നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഫസ്റ്റ് തിങ്, ഞാൻ ആ പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഒരു 25-ാം തീയതിക്ക് ശേഷം ഞാൻ അനൗൺസ് ചെയ്യാം എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത്. കുറച്ച് ദിവസം ഞാൻ ബിസിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉണ്ടാവില്ല, പേഴ്സണൽ റീഡിങ്സ് ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് അവർ നിങ്ങളെ അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണോ എന്ന രീതിക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ചിലപ്പോൾ അവരുടെ മനസ്സിലെ സ്നേഹത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. ഓക്കെ, എനിവേ ഞാനത് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രാക്ടിക്കലി കൂടി കുറച്ച് കാണാൻ പഠിക്കുക എന്നുള്ള ഒരു ഐ തിങ്ക് അത് പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്ക് അവരുടെ സ്നേഹം നിങ്ങൾക്ക് വിശ്വസിക്കാമോ, അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമാണോ നിങ്ങളോട് നോക്കാം. 4 ഓഫ് കപ്സ് കാണുന്നുണ്ട്, Ace of Pentacles, Ace of Wands, okay, nice, Emperor, one more, Knight of Swords, okay, Sun card. ആക്ച്വലി സ്നേഹമൊക്കെ സത്യം തന്നെയാണ്. ഓക്കെ, സ്നേഹമൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇവിടെ Ace of Pentacles ആയിട്ട് Ace of Wands വന്നിട്ടുണ്ട്. Ace of Pentacles പറയുമ്പോൾ പെൻറ്റിക്കിൾസ് നമ്മളെപ്പോഴും ഒരു വളരെ ആത്മാർത്ഥമായ ഒരു എനർജിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, സോ യെസ്, അവർക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു റിയൽ ബന്ധം, നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബന്ധം വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ ഒരു നിങ്ങൾ തമ്മിൽ പറ്റുന്നവർക്ക് ഒരു മാരേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. Ace of Wands ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഗ്രോത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. കുറച്ചൊരു റിലേഷൻഷിപ്സ് നമ്മൾ പറയില്ലേ, ഒരു എന്താ പറയുക, ഫിസിക്കലി അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടി കാണുന്നുണ്ട് എനിക്ക്. അങ്ങനെയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ലൈഫിൽ വേണം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു നമ്മൾ പറയണ്ടേ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനിയും വളരണം എന്ന രീതിക്ക് അവർക്ക് തീർച്ചയായിട്ടും ചിന്തയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു റിയൽ ഇൻറ്റൻഷൻസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ കുറച്ച് അവർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അവർ ശ്രദ്ധ നിങ്ങളിലേക്കില്ലാത്ത പോലെയാണ്. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് പുറകെ പോകുന്നുണ്ടാവും. എനിക്ക് പുറകെ പോയില്ലെങ്കിൽ പോലും മീൻസ് എപ്പോഴെങ്കിലും ആയാലും ശരി, ഓക്കെ, എവിടെയോ അവർ ഒരു ഡിസ്ട്രാക്റ്റഡ് എനർജിയിലിരിക്കുകയാണ്. ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ കുറച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇവിടെ എംപററും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോർട്സും ഉണ്ട്. കുറച്ച് ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. എംപറർ എന്ന് പറയുമ്പോഴും അവരൊരു ഈഗോ നമ്മൾ പറയാം. കുറച്ച് പേർക്ക് നമ്മൾ അവരുടെ സൊസൈറ്റിയിലെ സ്ഥാനമാനങ്ങളെക്കുറിച്ചായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നായിരിക്കാം. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് ചില ഇമേജ്. അപ്പോൾ ലേഡീസ് ആയാലും നമ്മൾ പറയില്ലേ, ഫാമിലിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, അതിൻ്റെ ആവാം. കുറച്ച് പേർക്ക് ഫാമിലിയുടെ ചുമതല ഉണ്ടാവും, പാരൻസിൻ്റെ ആവാം, വേറെ ഹസ്ബൻഡ് ഓർ വൈഫ് ആണെങ്കിൽ അങ്ങനത്തെ ആവാം. സോ യെസ്, അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുന്നതിനെ കുറച്ച് ഈഗോ എന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട് ഇവിടെ. ഒരു ലേശം സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന എനർജിയല്ല. ഫീലിങ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ആഗ്രഹം അവരുടെ ഉള്ളിൽ ഒരു ആത്മാർത്ഥമായിട്ട് തന്നെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് ആ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ബന്ധത്തിൽ ഒരേപോലെ അല്ല അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഐ തിങ്ക് കൺഫ്യൂഷൻ വരുന്നത്, എന്നിട്ട് ഇവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കും തോന്നണം. ചില സമയത്ത് അവർ ഡിറ്റാച്ച് ആയിട്ട് ഇരിക്കുന്ന കാണും, ഓക്കെ, ചില സമയത്ത് വളരെയധികം സ്നേഹത്തോടെ കാണും. സോ നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല ഇവർ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ആത്മാർത്ഥതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ യെസ്, ആത്മാർത്ഥതയുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അവരുടെ ഒരു ഉദ്ദേശം ജെന്വിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങളാണോ, ഇൻറ്റൻഷൻ നല്ലതാണോ? നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ജെന്വിൻ ആണോ? ക്വീൻ ഓഫ് കപ്സ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ കാർഡ്. വീൽ ഓഫ് ഫോർച്യൂൺ, വാവ്, എല്ലാ കാർഡ്സും വളരെ നല്ല കാർഡ്സ് എന്ന് വരുന്നത്. 10 ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത് കാർഡ്, one more, Ace of, oh my god, King of Pentacles, oh my god, oh,
എത്ര ലൈക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് വളരെ ക്ലിയർ ആൻസർ വന്നിട്ടുണ്ട്. യെസ്, മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് വളരെയധികം അവർക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കെയർ കൊടുത്ത് കാണും. ഓക്കെ, നിങ്ങൾ അവളെ വളരെയധികം മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കും. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും അവർക്കുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്റ്റേബിൾ എനർജിയാണ് വരുന്നത്. ഓക്കെ, പേഴ്സൺ യെസ്, അവരെ മനസ്സുകൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ്. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം എന്ന രീതിക്ക് വളരെ ക്ലിയർ ആണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. പക്ഷേ ആക്ച്വലി നിങ്ങൾ തമ്മിലൊരു ഫേറ്റഡ് കണക്ഷൻ ആണ് എന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി കണ്ടുമുട്ടിയത് ഒരു വിധി നിങ്ങളെ ഒന്നിപ്പിച്ച രീതിക്ക്, കാലം നിങ്ങളെ ഒന്നിപ്പിച്ച രീതിയൊക്കെ എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മേ ബി ഒരു ഭാരങ്ങൾ കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്ക് കാണും. ഞാൻ നേരത്തെയും പറഞ്ഞു മേ ബി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം അവർക്ക്. അവരെ ലൈഫ് ഫാമിലിയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവാം, ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, സ്ട്രെസ് ഉണ്ടാവാം. സോ പലതരത്തിലുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഭാരങ്ങളുണ്ട് അവരുടെ മേലെ, അതിപ്പോൾ ചുമതലകൾ എന്ത് തന്നെയായാലും. ഓക്കെ, സോ യെസ്, അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. ഇവിടെ ബട്ട് അപ്പോഴും സ്ട്രെങ്ത് ആണ്. അപ്പോഴും അവരെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എവിടെയോ നിങ്ങളെ വിട്ട് കളയുന്ന ഒരു എനർജി അല്ല. ഓക്കെ, നിങ്ങൾ അവരെ ശരിക്കും ഒരു സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് അവർ കാണുന്നുണ്ട്. നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം അവർ വളരെയധികം നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്കൊരു സ്ട്രെങ്ത് ആണ് എന്ന രീതിക്ക് തന്നെ എനിക്ക് വാക്ക് വരുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ അത്രയും നിങ്ങൾ അവരെ ആ ഒരു എനർജി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് സോർട്സ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് റിലേഷൻഷിപ്പ് വേണം, സത്യസന്ധമായ ഒരു ബന്ധം വേണം, നല്ലൊരു ബന്ധം വേണം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഏസ് 3 ഏസാണ് നമുക്ക് ഇവിടെ വന്നത്. സോ തീർച്ചയായിട്ടും യെസ്, അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം, ക്ലാരിറ്റി വേണം. ആൻഡ് അവർ ഫെയ്ത്ത്ഫുൾ ആണ് എന്നുകൂടിയാണ്. ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ള ഇഷ്ടത്തിന് ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ആത്മാർത്ഥമായ ഒരു കാര്യം തന്നെയാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ യെസ്, ഇവിടെ വേറെ സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, കുറച്ച് പേർക്ക് കുട്ടികളുണ്ടാവാം, കുറച്ച് പേർക്ക് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. കുറച്ച് പേർക്ക് പേഴ്സൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി എന്ന രീതിക്ക് ഇവിടെ നിൽക്കുന്നതൊക്കെ എംപററായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിലും എവിടെയോ അവരെ മനസ്സിൻ്റെ ഉള്ള ഒരു ഇമ്മച്യൂരിറ്റി ഉണ്ട് എന്ന് കൂടി പറയാം. ചിലവർ അങ്ങനെയാണ് അല്ലേ, പുറമേ കാണിക്കുന്നതൊക്കെ ഞാൻ വലിയ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുറച്ച് പേരുണ്ട് അങ്ങനെ ഒരു ഇമ്മച്യൂർ നേച്ചറുള്ള ആൾക്കാർ, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതും ആവാം. ഓക്കെ, സോ ഇവിടെ 5 Wands and 2 Pentacles എനിക്ക് കാണിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളുണ്ട്. അത് വേറെ വ്യക്തികളായിരിക്കാം, കാര്യങ്ങളായിരിക്കാം, ജോലി സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും ആവാം. സോ പല കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമുണ്ട്. വേറെയും അവർ ജഗിൾ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. സോ അതാണ് ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ്, അതാണ് വേറെ കാര്യങ്ങളാണ്. ബട്ട് അവരെ മനസ്സിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ യെസ്, ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു എനർജി തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിനെപ്പറ്റി ഇത്രേ പറയുന്നുള്ളൂ ഇന്നിപ്പോൾ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് മെസ്സേജ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കാം. പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാം, യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ടും ഉണ്ടാവാം. ഓക്കെ, ലെറ്റ്സ് സീ. Will you choose me? Okay. I left because you told me to. Okay. I want you to choose. Okay, choose 2 തവണ വരുന്നുണ്ട്. You already know and I know you from somewhere. Okay. ഇവിടെ പറയുന്നത് 2 തരത്തിൽ എനിക്ക് കാണുന്നത് അവരുടെ ലൈഫിലാണ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, പക്ഷേ എവിടെയോ മേ ബി നിങ്ങളുടെ ലൈഫിലും ആരെങ്കിലും ഉണ്ടാവാം, അതും ആയിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. അവരുടെ ഭാഗത്തും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ഇവിടെ വിൽ യു ചൂസ് മീ എന്ന് പറയുന്നുണ്ട്. സോ ഇത് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, മേ ബി ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിരിച്ചു വരാനുള്ള മടിയായിരിക്കാം, അതായിരിക്കാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ മേ ബി ലൈഫിൽ നിങ്ങൾ അവരെ അവർക്ക് അവനവനെ ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. അവനവൻ പോരാ എന്ന രീതിക്ക് അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, കുറച്ചൊരു അപകർഷതാബോധം എന്നുള്ള രീതിക്കാണ്. അതിപ്പോൾ പലതരത്തിലുമായിരിക്കാം. ഓക്കെ, മേ ബി എങ്ങനെയൊക്കെയാണ് പറയാമെന്നറിയില്ല. ഇതിപ്പോൾ നമ്മൾ സിറ്റുവേഷൻ ഡീറ്റെയിൽ എടുത്തിട്ടില്ല. ഓക്കെ, സോ സംവെയർ ദേ ആർ ഫീലിംഗ് ദറ്റ് അവർ പോരാ എന്ന രീതിക്ക്. സോ വിൽ യു ചൂസ് മീ, ഐ വോണ്ട് യു ടു ചൂസ്, രണ്ടും പറയുന്നുണ്ട്. സോ അവർ പറയുന്നത് നിങ്ങൾ തീരുമാനം എടുക്കൂ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അവരെ ചൂസ് ചെയ്യുമോ എന്നാണ് അവർക്കൊരു ഡൗട്ട്. ഓക്കെ, നിങ്ങൾ ആ തീരുമാനം എടുത്താൽ അവരെ ചൂസ്, പക്ഷേ ഇതിൽ കൂടുതലും പക്ഷേ എനിക്ക് തിരിച്ചു പറയാൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്ന രീതിയിൽ.
ഓക്കെ. ഐ ലെഫ്റ്റ് ബിക്കോസ് യു ടോൾ മീ ടു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, വേണ്ട ഇനി എനിക്ക് വേണ്ട പൊക്കോ എന്നൊക്കെ പറയില്ലേ. സോ ഐ തിങ്ക് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വായിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, 8 of Cups വാക്ക് അവേ ആണെങ്കിൽ അവർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയെന്നാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. ബട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ അയ്യോ ഞാൻ പറഞ്ഞ തെറ്റായി പോയോ ചേസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ. പറയേണ്ടതൊക്കെ ചില സമയത്ത് പറയുകയൊക്കെ വേണം. അങ്ങനെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യട്ടെ അല്ലേ. അവർ പോവാതെ പിടിച്ച് നിൽക്കല്ലേ വേണ്ടത്. അങ്ങനെ പോകാൻ പറഞ്ഞാൽ ആരെങ്കിലും പോവോ? നമ്മൾ സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പോവില്ലല്ലോ. സോ അവർ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ അവർ വരട്ടെ. ഓക്കെ. നിങ്ങളൊന്നും പറയാൻ പോകണ്ട. ആൻഡ് ഇവിടെ യു ഓൾറെഡി നോ എന്നുള്ളൊരു ആൻസർ വരുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് എത്രത്തോളം സ്നേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്. ഇവിടെ 6 ആണ്. ഐ നോ യു ഫ്രം സംവെയർ. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ തമ്മിൽ ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതാണ്. നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ പറഞ്ഞിരുന്നു. സോ യെസ്, എവിടെയോ നിങ്ങൾ തമ്മിൽ എവിടെയോ പൂർവ്വജന്മങ്ങളിലും കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും ഒന്നിച്ചു തന്നെയാണ്. ഓക്കെ. നമുക്ക് അത് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് യു. ഐ വുഡ് ഡു എനിത്തിങ് ഫോർ യു. 10 വെരി നൈസ്. ഓക്കെ. യു മേക്ക് മൈ ഹാർട്ട് ഫുൾ. ഓ 10 വന്നു. ഓ മൈ ഗോഡ്. ഓക്കെ. വെരി നൈസ്. 10 എനർജി നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു കംപ്ലീഷനെ കുറിച്ചാണ്. പക്ഷേ കംപ്ലീഷൻ കഴിഞ്ഞ ഒരു ന്യൂ ബിഗിനിങ് എന്ന കൂടിയാണ്. ഓക്കെ. സോ ഇവിടെ 10 പറയുമ്പോൾ നമ്മൾ 1 and 0 അല്ലേ. 0 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആവുന്നു, അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതി കൂടിയാണ്. സോ ഇവിടെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് യു. നമ്മുടെ 10 of Cups എനർജി. യെസ്. 10 of Pentacles എനർജി എന്നൊക്കെ പറയാം. നിങ്ങളെ മാരേജ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച്, ഞാനും നേരത്തെ ഇവിടെ ആക്ച്വലി ആ ഒരു കാര്യം ഞാനിവിടെ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അവർ നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വുഡ് ഡു എനിത്തിങ് ഫോർ യു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. യു മേക്ക് മൈ ഹാർട്ട് ഫുൾ. അവരുടെ മനസ്സ്, ഹാർട്ട് ഫുള്ളാവുന്നത് നിങ്ങളുമായിട്ടുള്ള സ്നേഹം ബന്ധമാണ്. ഓക്കെ. 10 of Cupsൻ്റെ എനർജി എടുക്കാം നമുക്ക് വീണ്ടും. സോ യെസ്, അവർ വളരെയധികം ഹാപ്പിയാണ് നിങ്ങളുടെ കൂടെ. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. 10 വന്നിട്ടുണ്ട് നമുക്ക്. വെരി നൈസ്. ഓക്കെ. സോ 10 നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ആവുന്നുണ്ടാവാം. 10 ഒരുപാട് കാണുന്നുണ്ടാവാം, അതായിരിക്കാം. 1 more card. ഐ ഫീൽ ദ സെയിം വേ. ഓക്കെ. അവർക്കും നിങ്ങളോട് ആ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെ അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് സ്പേസ് എന്ന് പക്ഷേ പറയുന്നുണ്ട്. ഓക്കെ. ഇവിടെ 6 വന്നു. സ്നേഹമില്ല എന്നിട്ടില്ല. ഓക്കെ. സ്നേഹമുണ്ട്, പക്ഷേ അവർ പറയുന്ന ഒരല്പം സ്പേസ് വേണം എന്നിട്ട് പറയും. 6 നമ്പർ നമ്മുടെ വീനസിൻ്റെ ആണ്, ലവിൻ്റെ ആണ്, സ്നേഹത്തിൻ്റെ ആണ് തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ യെസ്, ആ സ്നേഹം അവരുടെ മനസ്സിലൊക്കെ ഉണ്ട്, പക്ഷേ മേ ബി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റാതെയായിരിക്കാം. ഒരല്പം സ്പേസ് വേണം എന്ന് പറയുന്നുണ്ട്. ഐ എം സോറി എന്നും പറയുന്നുണ്ട്. ഓക്കെ. സോ എവിടെയോ നിങ്ങളോട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോടൊരു സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ആത്മാർത്ഥമായ സ്നേഹമൊക്കെ തന്നെയാണ്. വളരെ 10 ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യെസ് ആണ്, ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ യെസ്, സാഹചര്യങ്ങളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അതിൻ്റേതായ ഒരു അകൽച്ചയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട്. ബാക്കി നമ്മളിനി വേറെ റീഡിങ്സിൽ വേറെ ടോപ്പിക്കായിട്ട് എടുത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രമാത്രം. ആൻഡ് നോ മോർ പേഴ്സണൽ റീഡിങ്സ്. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. നന്ദി. നമസ്കാരം.